ബീഹാറിൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ നിയമസഭയിൽ വിശ്വാസം നേടി. 129 അംഗങ്ങളാണ് നിതീഷിനെ പിന്തുണച്ചത്. വോട്ടെടുപ്പിൽ നിന്നും RJD, കോൺഗ്രസ്, ഇടതു പാർട്ടികൾ വിട്ടുനിന്നു. RJDക്ക് കനത്ത തിരിച്ചടി നൽകി വിശ്വാസ വോട്ടെടുപ്പിന് തൊട്ടു മുൻപായി 3 MLA-മാർ ഭരണപക്ഷത്തോടൊപ്പം ചേർന്നു. RJD ഭരണത്തിലാണ് ഏറ്റവും കൂടുതൽ വർഗീയ കലാപങ്ങൾ നടന്നതെന്ന് നിതീഷ് കുമാർ നിയമസഭയിൽ പറഞ്ഞു. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അച്യുതൻ, RJD എന്നാൽ ഇന്നുവരെ BJPയുമായി സഹകരിക്കാത്ത പാർട്ടിയാണ്. അവിടെ നിന്നാണ് ഇപ്പോൾ 3 MLA-മാർ കൂറുമാറിയിരിക്കുന്നു എന്ന രൂപത്തിലുള്ള വിവരങ്ങൾ വരുന്നത്. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? നിതീഷ് വിശ്വാസ വോട്ട് നേടിയതിൻ്റെ വിവരങ്ങളും എന്തൊക്കെയാണ്? വേണു, അങ്ങനെ ആ ഒരു അനിശ്ചിതത്വത്തിനൊടുവിൽ നിതീഷ് കുമാറിന്റെ സർക്കാർ വിശ്വാസം നേടിയിരിക്കുകയാണ്. 129 അംഗങ്ങളാണ് അദ്ദേഹത്തെ നിതീഷ് കുമാറിന്റെ സർക്കാരിനെ, NDA സർക്കാരിനെ പിന്തുണച്ച നിയമസഭയിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഏറെ നിർണായകമായത് ഈ 4 വോട്ടുകൾ പ്രതീക്ഷിച്ചതിൽ നിന്നും അധികം ലഭിച്ചിട്ടുണ്ട്. അത് RJDയുടെ ഭാഗത്തു നിന്നാണ് അത്തരമൊരു നീക്കം ഉണ്ടായതെന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. ഏതാണ്ട് 4ഓളം MLA-മാർ കൂറുമാറിയതായും സൂചനകളുണ്ട്. പക്ഷേ ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. നിയമസഭാ സമ്മേളനം, പ്രത്യേകമായി ചേർന്ന നിയമസഭാ സമ്മേളനം വലിയ വാഗ്വാദങ്ങൾക്കാണ് ഇടയാക്കിയത്. RJD നേതാവ് തേജസ്വി, മുൻ ഉപമുഖ്യമന്ത്രിയായിരുന്ന തേജസ്വി യാദവ് നിതീഷ് കുമാറിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയാണ് ചെയ്തത്. കാരണം അദ്ദേഹം ഉയർത്തിയ വാദങ്ങൾ ഒരിക്കലും ബീഹാറിലെ ജനത നിതീഷ് കുമാറിനോട് പൊറുക്കുകയില്ല. പ്രധാനമന്ത്രി അദ്ദേഹത്തോട് ചോദിക്കണം ഇനിയും കൂറുമാറുമോ എന്നുള്ള ചോദ്യം. അങ്ങനെ നിരവധി വിമർശനങ്ങൾ തേജസ്വി യാദവ് നിതീഷ് കുമാറിന് നേരെ ഉന്നയിക്കുകയുണ്ടായി. എന്നാൽ നിതീഷ് കുമാറിന് അവസരം ലഭിച്ചപ്പോൾ നിതീഷ് കുമാറും ഈ RJD മഹാഗഠബന്ധൻ സർക്കാരിനെ വലിയ രീതിയിലായിരുന്നു വിമർശിച്ചത്. അതായത് RJDയുടെ അദ്ദേഹം നിതീഷ് കുമാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് ലാലു പ്രസാദ് യാദവും ഭരിച്ചിരുന്ന കാലത്തൊക്കെ വലിയ രീതിയിലുള്ള വർഗീയ കലാപങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടായി. മുസ്ലിങ്ങളും ഹിന്ദുക്കളും പരസ്പരം അടിക്കുന്ന അവസ്ഥയാണുള്ളത്. എന്നാൽ താൻ അധികാരത്തിൽ വന്നതിനു ശേഷം അതെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സർക്കാരിനെ, മഹാഗഠബന്ധനെ ഇകഴ്ത്തിക്കൊണ്ടാണ് നിതീഷ് കുമാർ സഭയിൽ ഓരോ വാക്കുകളും പ്രയോഗിച്ചത്. അങ്ങനെ വാഗ്വാദങ്ങൾ നീണ്ടുനിന്നു. എന്തായാലും അതിനെല്ലാം ഒടുവിൽ വിശ്വാസ വോട്ടെടുപ്പിൽ അദ്ദേഹം 129 അംഗങ്ങളുടെ പിന്തുണ നേടി ആ ഒരു വിജയം ലഭിച്ചിരിക്കുന്നു. എന്തായാലും RJD, കോൺഗ്രസ്, ഇടത് പാർട്ടികൾ ഈ വോട്ടെടുപ്പ് ബഹിഷ്കരിച്ച പുറത്തു പോവുകയാണ് ഉണ്ടായത്. ഒപ്പം മറ്റുള്ളവരും, ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ചൗധരിയും, സാമ്രാജ് ചൗധരിയും RJDക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇതുവരെയുള്ള അഴിമതി ഭരണങ്ങളെല്ലാം തുടച്ചു നീക്കി ബീഹാറിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി ഭരണം നടത്തുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും അത്തരം വാദപ്രതിവാദങ്ങളും നിയമസഭയിൽ ഉണ്ടായിരുന്നു. വേണു, അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.